നമുക്ക് ഇന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം. അതിനൊരു 3 തുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി. നമുക്കിനി പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുറച്ച് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ. അപ്പോൾ വെളുത്തുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് മുളകും കൂടി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് ഒരു ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മുളകിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി വരുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ച വരെ പുറത്ത് നമുക്ക് വയ്ക്കാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരു കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ വിനീഗറൊന്നുമില്ല. പിന്നെ ഇത് നല്ലോണം തണുത്ത ശേഷം ഒരു ഗ്ലാസ് ബൗളിലാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് നമുക്ക് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.